തനിക്ക് ആ പെണ്ണിനെ മനസ്സിലായോ? ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ 2ാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കൻ ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേൾക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ചാ എന്തെങ്കിലും നല്ല 2 വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്, കാലപ്പഴക്കത്തേക്കില്ല. ഒരു മിനിറ്റ് വിൽസാ. അയ്യോ വിൽസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് എന്റെ വിൽസ് കാണുന്നത്? നമ്മുടെ മമ്മയുടെ കുറിച്ചിട്ട് ഒന്ന് വീണോട്ടെ. അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം. വേറെ ഏതൊക്കെ സീറ്റുണ്ട്? ഇപ്പൊ ഒന്നുമില്ല, പയ്യൻ ടൗണിന്ന് വരണം. നല്ല തെറുപ്പ് പേടിയുണ്ട്, സീർട്ടിന്റെ കൂട്ടിലിട്ട് തരാം. അത് തന്നെ താനെ വലിച്ചാ മതി. പീതാമ്പൻ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന കണ്ടു. എങ്ങോട്ടാ പോയത്? അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ. പാമ്പ് കടിച്ചു മരിച്ച കണ്ണന്റെ മോളുടെ കല്യാണ പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു. എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ. സദ്ദാം പിടിച്ചു, ബുഷ് ബോംബിട്ടു. എടോ, കുടിവെള്ളത്തിന്റെ 5-6 കുപ്പിയും ബാഗിലിട്ടോണ്ട് രാഖി രാമാനം സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച് നെട്ടോട്ടം ഓടി അങ്ങോട്ട് പോകുന്നത്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പണമില്ലാതെ ഇവിടെ വന്നതിന് പിണമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഇവിടെ അരിയില്ല, തുണിയില്ല, ജോലിയില്ല, മായം ചേർക്കാത്ത മദ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? കുവൈറ്റിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജോക്കി ഒന്നേ ഒരു കാര്യം പറട്ടെ. കാലത്തെ തുടങ്ങിയോ? കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. കളിയാക്കരുതേ. കുവൈറ്റിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അന്തരംഗം നീറി പടരുക. ആ തീ അടയ്ക്കാനുള്ള സ്വല്പ തെളിനീര അകത്തടിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? വന്ന കാര്യം പറ. പീതാംബരനെ കണ്ടോ? പീതാംബരം ഒരു മായായിട്ട് എങ്ങോ മറഞ്ഞു. തന്റെ കൂടെ പോകുന്നതാണല്ലോ അറിവ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്ലി ഓർഡർ ചെയ്യും. അതൊരു പ്രശ്നമാക്കണ്ട. പീതാംബരനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് 100 200 മേടിച്ചു തരാം. അത് ശരിയാ. ജോലി ചെയ്തിട്ടേ കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം. വാ തങ്കപ്പ, അടിച്ചോണ്ടിരുന്നോ, ഞാൻ ഇപ്പൊ വരാം. പീതാംബര നല്ല ആളാ. മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണെന്ന് അറിയില്ലേ? ഇതുവരെ ആകപ്പാടെ 21 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ DMO ഞങ്ങളായിട്ട് ചാടിക്കും. പീതാംബര സജീവമായി രംഗത്തിറങ്ങിയാൽ ക്യാമ്പ് വിജയിക്കും. ഒരു 2 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല. ഇത് ശ്രമദാനാണെന്ന് അറിയാലോ. ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ആളുകൾ അപ്പ വലിയും. അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. ഞാൻ വരാന്ന് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് തന്നെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്, ഞങ്ങളുടെ കൂടെ കുറച്ച് പണിക്ക്. എന്താ? അതെ, ഒത്തു വിളിച്ചാ മലയും പോരും. പിടിച്ചോ, നമുക്ക് ഇതും തീർക്കാം അതും തീർക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ്. എന്റെ കാര്യം മറക്കരുത് കേട്ടോ. എന്താ അത്? സേവ അല്ല സേവനം അതിന്റെ. ഓ അങ്ങനെ. വേഗം നോക്ക്. പീതാംബരൻ ചേട്ടനെ എവിടൊക്കെ തിരക്കെന്ന് അറിയാമോ? മടന്തയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതാ പീതാംബരൻ ചേട്ടന്റെ ഒരു കുഴപ്പം, ഈ മറവി. മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചന്റെ ആണല്ലേ? അതെ, അയാൾ കടയടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണം. ചേട്ടൻ എങ്കിലെങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിലേ നാളെ മുതൽ എനിക്ക് പണിയുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നടന്നോ. എന്ത് വേണം? പഞ്ചാര. ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല. എപ്പോ വരും? നാളെ 7:46. ഇതൊക്കെ എന്നോട് വെച്ച് ഞാനെന്ത് പറയും? വരുമ്പോ വരും. ഓ, കഴിഞ്ഞ മാസം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ എന്ത് വേണം? മണ്ണെണ്ണ. ഇതിൽ പകുതി മേടിച്ചു കഴിഞ്ഞാണല്ലോ. ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് കത്തിക്കുന്നത്. പപ്പപ്പിള്ളയുടെ കടന്ന് എണ്ണ വാങ്ങിച്ചാലും വിളക്ക് കത്തും. അവിടെ കാണുമെന്നറിയാം. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത്. എന്താ പീതാംബര, പിരിവോ മറ്റാണോ? അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം. ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്. ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബര എന്നെ ഇരുത്തിയാണല്ലോ. അല്ല, കരുണന്റെ മകളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ. അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ഒരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര. കടയിലെ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല.
ദാമു ഇലവെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ചുരുക്കി പറഞ്ഞാൽ ഒരു മാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ചു മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. അല്ല, 500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൻ വയറിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല. ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ. ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ. അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാ മതി. വീതം തരാം 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 തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്. അതിന്റെ നന്ദി വേണം ഓ, എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. വാ, വാ, വാ. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. ഒരു സോഡ ഇങ്ങെടുത്തോ. ഇതെന്തോടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിൽ ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ആ, ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണ് പിടിക്കുന്നത്. ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട, വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലേ ഒക്കെ. ദേ അച്ഛന്മാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്ഛനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ. പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. ഓഹോ. അതിന് പീതാമ്പൻ അന്വേഷിച്ച് പോയിരിക്കുക. പീതാംബരനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ തെല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാംബരനില്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാംബരന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വെക്കാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കിന്നല്ല, ജൊക്കിന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു? വിഭവം. ജോ എന്നുള്ളത് ചോ ആക്കി. അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. ആ. അച്യുതൻ നായർ എന്ന പേരിലെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, ആ. നിനക്കൊരെല്ല് കൂടുതലാ. അതെയാ? ചെറുക്കൻ ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല. പക്ഷേ ഓവറാകരുത്. പെണ്ണിനെ ഇടിക്കരുത്. വല്ലവന്റെ മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം? എനിക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല പീതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ മതി. സമയമില്ലാസ്. ആഹാ, ആശാൻ പോയില്ലായിരുന്നു. ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഏതാട്ടെ. എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികൾ അയക്കാമെന്ന് വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. ആ, അത് നേരെ. ഇവനാവുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു. പോട്ടെ അമ്മേ. ബാലൻസ് കിട്ടാണ്ടേ? ആ, തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് എടുത്ത് ഒരു 80 പൈസ ഇവിടെ കൊടുത്തേ. ഇയാക്കോ? അതെ, ഇയാൾക്ക്. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല, എങ്ങോട്ടാ? ചില്ലറ മാറണ്ടേ? ഇവിടെ ചോദിക്കാം. ഇവിടെങ്ങും ചില്ലറ കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാനും. വാ. അല്ല, 80 പൈസയല്ലേ, സാരമില്ലേ. എന്ന് വെച്ചാൽ? എന്നുവെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മാവ. അത് സാരം ഉണ്ട് വരുമാനെ. താൻ വലിയ രാഷ്ട്രീയ പ്രളയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അഭിമാനിയ. 80 പൈസ തരാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. വാ.
എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കുടയൊന്ന് പിടിക്ക, വെയിൽ കൊള്ളണ്ട. ഞാൻ ഇപ്പൊ വരാം. ഇവിടെയും ചില്ലറയില്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചൂട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ.